ഹലോ എവരി വൺ, ദിസ് ഈസ് ഫൈസൽ ഫ്രം സോഫ്റ്റ് കോർ. എക്സൽ ടിപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്സലിൽ സീരിയൽ നമ്പറിംഗ് എത്ര മെത്തേഡ് ഉണ്ട്? 9 മെത്തേഡ്. ഈ 9 മെത്തേഡ് ആർക്കൊക്കെ അറിയാം? വളരെ ചുരുങ്ങിയ പേർക്ക്. ഈ 9 മെത്തേഡ് പഠിക്കണ്ടേ? വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് മെത്തേഡ് നമ്മൾ എക്സലിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന രീതി മാനുവലി ടൈപ്പ് ചെയ്യുന്ന മെത്തേഡ്. 1 2 3 4 5 6 7 8 9 10. സെക്കൻഡ് മെത്തേഡ് എന്താ? 1 ടൈപ്പ് ചെയ്യുക. നമുക്ക് കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്ത് പിടിക്കുക. കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്യുക നമുക്ക് ആവശ്യമുള്ള സെല്ലിൻ്റെ അവിടെ വരെ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സീരിയൽ നമ്പർ 1. മൂന്നാമത്തെ മെത്തേഡ് എന്താ? 1 ടൈപ്പ് ചെയ്യുക, 2 ടൈപ്പ് ചെയ്യുക. 2 ടൈപ്പ് ചെയ്തിട്ട് ഇതിന് കൺട്രോളിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി നമ്മൾ ആവശ്യമുള്ള സീരിയൽ നമ്പറിൻ്റെ അവിടെ വരെ. ഓക്കെ, അപ്പോൾ 10 വേണ്ടത്. 10 വരെ നമ്മൾ ഡ്രാഗ് ചെയ്തു. അപ്പോൾ സീരിയൽ നമ്പർ 1. നാലാമത്തെ മെത്തേഡ് എന്താ? 1 ടൈപ്പ് ചെയ്യുക, 2 ടൈപ്പ് ചെയ്യുക. എന്നിട്ട് 1 2 സെല്ല് സെലക്ട് ചെയ്ത ശേഷം കോർണറിലൊരു ബോക്സിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആവശ്യമുള്ള സീരിയൽ നമ്പർ 1. പക്ഷേ ഇതിനൊരു കണ്ടീഷനുണ്ട്. കണ്ടീഷൻ എന്ന് വെച്ചാൽ ലെഫ്റ്റിലോ റൈറ്റിലോ ഡാറ്റ ഉണ്ടാവണം, എന്നാലേ ഇത് വർക്ക് ആവുള്ളൂ. ഉദാഹരണത്തിന് ഒന്ന് നോക്കാം നമുക്ക്. ഉദാഹരണത്തിന് 1 ടൈപ്പ് ചെയ്തു, 2 ടൈപ്പ് ചെയ്തു, രണ്ടും കൂടി സെലക്ട് ചെയ്തു, ബോക്സ് വന്നു, ഡബിൾ ക്ലിക്ക് ചെയ്തതിനാൽ വരില്ല, കാരണം ഡാറ്റ ഇല്ല. ഡാറ്റ ഉണ്ടെങ്കിലേ വരുള്ളൂ. ഇതാണ് ഇപ്പം ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്തു. ഇത് നമ്മുടെ ഡാറ്റ എന്ന് വിചാരിക്കാം. ഡാറ്റ ഇങ്ങനെ ടൈപ്പ് ചെയ്തു. പ്രൊഡക്റ്റ് ജസ്റ്റ് 1 ടൈപ്പ് ചെയ്തു, 2 ടൈപ്പ് ചെയ്തു. ഇനി രണ്ടും കൂടി സെലക്ട് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താലേ സീരിയൽ നമ്പർ വരുള്ളൂ. ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ. അടുത്ത മെത്തേഡ് 1 ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള സീരിയൽ നമ്പർ അവിടം വരെ ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്യുമ്പോൾ ഇത് സെയിം വന്നു. അപ്പോൾ ചെറിയൊരു ബോക്സ് വന്നു, കണ്ടില്ലേ? അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ഫിൽ സീരീസ് കൊടുത്തതിന് നമുക്ക് ആവശ്യമുള്ള സീരിയൽ നമ്പർ വന്നു. ആറാമത്തെ മെത്തേഡ് എന്താ? ആറാമത്തെ മെത്തേഡ് സീക്വൻസ് ഫോർമുല ഉപയോഗിച്ച് നമുക്ക് നമ്പർ ഇപ്പം സീക്വൻസ് നമുക്ക് ആവശ്യമുള്ള നമ്പർ വരെ ടൈപ്പ് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് സീരിയൽ നമ്പർ വന്നു. നമുക്ക് 10 വേണ്ട, 11 വേണ്ട. 11 വേണ്ടെങ്കിൽ ഇത് 10 ആക്കിയാൽ മതി. അപ്പം 10 വരെ വന്നു. ഏഴാമത്തെ മെത്തേഡ് എന്താ? ഇതും ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. അതായത് നമുക്കിപ്പോൾ 1 ടൈപ്പ് ചെയ്തു. 1 ടൈപ്പ് ചെയ്ത ശേഷം കീബോർഡിൽ ഷോർട്ട് കട്ട് AltH_F_I_S. അപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് വന്നു. ഇനി കോളം സെലക്ട് ചെയ്യുക. കോളം സെലക്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സീരിയൽ നമ്പർ സ്റ്റോപ്പ് വാല്യൂയിൽ കൊടുക്കാം. ഇപ്പോൾ 1000 ആണെങ്കിൽ 1000 ടൈപ്പ് ചെയ്താൽ 1000 നമ്പർ വരും. ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന വാല്യൂ 10 ആണ്. 10 കൊടുക്കുമ്പോൾ 10 വരെ സീരിയൽ നമ്പർ വരും. ഇനി എട്ടാമത്തെ മെത്തേഡ്, ഇത് കുറച്ച് അഡ്വാൻസ് മെത്തേഡ് എന്ന് വെച്ചാൽ കുറച്ച് ഫോർമുല ബേസ് ചെയ്തിട്ടുള്ള, അതായത് റോ ഫോർമുല ജസ്റ്റ് ടൈപ്പ് ചെയ്തു. റോ ടൈപ്പ് ചെയ്യുമ്പോൾ ഇത് റോ എത്രയാണ്? 4 വന്നു. റോ 4, അതായത് റോ ഫോർമുല ഉപയോഗിച്ച് റോ നമ്പർ സെലക്ട് ചെയ്തു 4. ഇനി -3 കൊടുത്തതിനാൽ 1 വരും. 1 വന്നു കഴിഞ്ഞിട്ട് ഈ ഫോർമുല ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സീരിയൽ നമ്പർ ആണ്. ഇനി 9ാമത്തെ മെത്തേഡ് പ്രോ ലെവലാണ്. ഇത് കുറച്ച് ഫോർമുല യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡാണ്. അഡ്വാൻസ് ഫോർമുല യൂസ് ചെയ്ത്, അതായത് നമ്മൾ ഇവിടെ പ്രൊഡക്റ്റ് നെയിം ഉണ്ടെങ്കിൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി നമ്പർ വരും. അതായത് ഇപ്പം പ്രൊഡക്റ്റ് ഒന്നുമില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഞാൻ ഫോർമുല ടൈപ്പ് ചെയ്യാം. അതായത് ഒരു കണ്ടീഷൻ ഫോർമുല. ഇഫ് ടൈപ്പ് ചെയ്തു. ഇഫ് കണ്ടീഷൻ എന്താ? നമ്മുടെ ഈ ബ്രാക്കറ്റ് ഇട്ടു. സ്റ്റാർട്ടിങ് ബ്രാക്കറ്റ്, എന്നിട്ട് ഈ കോളം ഡസ് നോട്ട് ഈക്വൽ ടുൻ്റെ സിമ്പിൾ ഇട്ടു. എന്നിട്ട് ഇതാണ് ഡബിൾ ഇൻവേർട്ടർ കോമ. ഡബിൾ ഇൻവേർട്ടർ മീൻസ് ബ്ലാങ്ക് അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കണ്ടീഷൻ റോ ഫോർമുല ഉപയോഗിച്ച് കുറച്ചും 8ാമത്തെ മെത്തേഡ് നോക്കിയാണ്. അതായത് റോ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. റോ നമ്പർ ഇപ്പം വരും. ഇതിപ്പോൾ നമ്മുടെ റോ നമ്പർ എത്ര? 4 എന്ന് പറയുമ്പോൾ -3.
ഓക്കെ. ഇനി അതർവൈസ് കോമ, അതർവൈസ് ആണെങ്കിൽ നമുക്ക് ബ്ലാങ്ക് തന്നെ വരണം. അതിന് ഡബിൾ ഇൻവെർട്ടർ കോമ ഇത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഡബിൾ ബ്ലാങ്ക്. ഇവിടെ ഇനി പ്രൊഡക്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ എ ടൈപ്പ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്പർ വരും. ഇനി ബി ടൈപ്പ് ചെയ്യുമ്പോൾ നമ്പർ വരില്ല, കാരണം ഫോർമുല അപ്ലൈ ചെയ്തിട്ടില്ല. ഈ ഫോർമുല കോപ്പി ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സ്ഥലം വരെ പേസ്റ്റ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ മെത്തേഡ് ഓഫ് എക്സൽ സീരിയൽ നമ്പറിങ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് പുതിയ എക്സൽ ടിപ്പുമായി അടുത്ത വീഡിയോയിൽ കാണാം.